പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, എൽദാദലഹ നോയമ്പിലെ 3-ാം ദിവസം നമ്മളെ തന്നെ വീണ്ടും കർത്താവിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നു. 117-ാം സങ്കീർത്തനം 2-ാം വാക്യം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: നമ്മുടെയുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും, കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ 25 നോയമ്പിലെ 3-ാം ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് മറ്റൊതൊന്നുമല്ല, കർത്താവിനെ സ്തുതിക്കണം. എത്രത്തോളം നമ്മൾ സ്തുതിക്കും അത്രത്തോളം ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ വളർച്ചയാണ് ദൈവം ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കും അത്രത്തോളം ദൈവം എന്നിലേക്ക് ഇറങ്ങി വരും, അത്രത്തോളം ദൈവത്തിൻ്റെ ശക്തി എന്നിൽ ജീവിക്കും, അത്രയും തന്നെ ശക്തി എൻ്റെ മേൽ വസിക്കും. അപ്പോൾ മുതൽ ഞാനും ഈ ലോകത്തിൽ അനുഗ്രഹമായി തീരും. മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാനാണ് കർത്താവായ യേശു മിശിഹാ നമ്മളെ ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരെ പോലെ നമ്മളും വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ മക്കളുടെ വിശുദ്ധി. അപ്പോൾ ഈ 3-ാം ദിവസം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം, വിശുദ്ധിയിൽ ഈശോയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.